മെജോറിറ്റി ആളുകൾക്കും ഒരു സൺസ്ക്രീൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഇന്നും അറിയില്ല. സോ 4 കാര്യങ്ങളാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. വൺ ഈസ് ഹൗ മച്ച് ക്വാണ്ടിറ്റി ഓഫ് സൺസ്ക്രീൻ ഇസ് റിക്വയർഡ്. സെക്കൻഡ് ഈസ് വെൻ ടു അപ്ലൈ. തേർഡ് ഈസ് വെൻ ടു റീഅപ്ലൈ ആൻഡ് വിച്ച് ഓൾ പാർട്സ് യു ഷുഡ് ഇൻക്ലൂഡ്. ഫസ്റ്റ് ഈസ് ക്വാണ്ടിറ്റി. ഡിഫറെൻറ്റ് സ്റ്റാൻഡേർഡ്സ് ആർ ദർ. Most accepted one is teaspoon rule. 1 teaspoon is 5 ml, half teaspoon is 2.5 ml. So just more than half a teaspoon, that is 3 ml is required for covering the face and neck. അതല്ലെങ്കിൽ മോർ ഈസിയസ്റ്റ് വേ ഫിംഗർ റൂൾ എടുക്കാം. 2 ഫിംഗർ റൂൾസ്, അതായത് ഇൻഡെക്സ് ഫിംഗറും മിഡിൽ ഫിംഗറുമാണ് ഉദ്ദേശിക്കുന്നത്. അത് മോസ്റ്റ് ഓഫ് ദ സൺസ്ക്രീനും ആപ്ലിക്കബിൾ ആണ്. 2 ഫിംഗർ ഫുൾ ഓഫ് സൺസ്ക്രീൻ ഈസ് റിക്വയർഡ് ഫോർ കവറിംഗ് ഫേസ് ആൻഡ് നെക്ക്. സെക്കൻഡ് ഈസ് വെൻ ടു അപ്ലൈ ആൻഡ് തേർഡ് ഈസ് വെൻ ടു റീഅപ്ലൈ. സോ വെൻ ടു അപ്ലൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസ്ഡ് ഓൺ ദ സൺസ്ക്രീൻ ടൈപ്സ് ആണ്. ഇഫ് ഇറ്റ് ഈസ് ഫിസിക്കൽ സൺസ്ക്രീൻ യു ക്യാൻ അപ്ലൈ ആൻഡ് ഗോ ഔട്ട് ഇൻസ്റ്റൻ്റ്ലി. ഇഫ് ഇറ്റ് ഈസ് കെമിക്കൽ ഇറ്റ് ഹാസ് ടു ആക്ട്. സോ ഇറ്റ് റിക്വയർസ് സം ടൈം, ദാറ്റ് ഈസ് 20 to 30 minutes പ്രയർ ടു ഗോയിങ് ഔട്ട് ആണ് നിങ്ങളൊരു കെമിക്കൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യേണ്ടത്. റീആപ്ലിക്കേഷൻ ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. If it is physical sunscreen, you should reapply every 4 hourly. If it is chemical, you should reapply every 2 hourly. If it is a combination, that is both the physical and chemical sunscreen, you should reapply every 3 hourly. Lastly, which all parts you should apply sunscreen? Ideally, all the exposed parts you should apply sunscreen. അതായത് ഫേസ്, നെക്ക്, ഇയേഴ്സ്, ആംസ് ആൻഡ് ലെഗ്സ്. So these are the things you should consider while applying a sunscreen.